കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പഠനം എബ്രായ ലേഖനമാണ്. ഈ പുസ്തകത്തിൽ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള ഒരു വിഷയം നാം ചില ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 1, 2, 3, 4 അധ്യായങ്ങൾ പിന്നിട്ട് നാം ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ നാം പഠിച്ചത് യേശു പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇപ്പോൾ നാം പൗരോഹിത്യത്തിന്റെ സുപ്രധാന ചിന്താ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് നാം ഇവിടെ കാണുന്നു. സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയപ്പോൾ അവിടുന്ന് ജനങ്ങൾക്ക് തന്നോട് അടുത്തു വരുന്നതിന് വേണ്ടി ഒരു മാനുഷിക പൗരോഹിത്യം സ്ഥാപിച്ചു. പുരോഹിതന്മാർ അഹരോന്യ കുടുംബത്തിൽ നിന്ന് ലേവി ഗോത്രത്തിൽ നിന്നുള്ള പിന്തുടർച്ചക്കാരായിരിക്കണമെന്ന് അവിടുന്ന് വ്യവസ്ഥ ചെയ്തു. ഈ ക്രമമാണ് അഹരോന്യ പൗരോഹിത്യം അഥവാ ലേവ്യ പൗരോഹിത്യം എന്നറിയപ്പെടുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്നും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉള്ള ഒരു പുരോഹിതനാണെന്നും ഇവിടെ ലേഖനകർത്താവ് സമർത്ഥിക്കുന്നു. എന്താണ് അപ്രകാരം പറയാനുള്ള കാരണം? പഴയ നിയമത്തിൽ മറ്റൊരു ദിവ്യ നിയമ പൗരോഹിത്യം നമുക്ക് കാണുവാൻ കഴിയും. അത് പൂർവ്വപിതാവായ മൽക്കീസേദെക്കിനെ കുറിച്ചുള്ളതാണ്. ഈ വ്യക്തി അബ്രഹാമിന്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പ് രാജാവും പുരോഹിതനും എന്ന നിലയിൽ മൽക്കീസേദെക്ക് ശുശ്രൂഷ ചെയ്തു. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ഈ അധ്യായം നാം തുടർമാനമായി പഠിക്കുമ്പോൾ എഴുത്തുകാരൻ ഇവിടെ വളരെ വ്യക്തമാക്കുന്നു, കർത്താവായ യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനാണെന്നും അത് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നും അത്രേ. നാം ഇവിടെ മഹാപുരോഹിതന്റെ ശുശ്രൂഷയും യോഗ്യതകളും 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യഹൂദ കർമാനുഷ്ഠാനങ്ങൾ വിലയേറിയ സത്യങ്ങളുടെ നിഴലായിരുന്നു. സമാപന കൂടാരം, പൗരോഹിത്യം, യാഗങ്ങൾ, കൃപാസനം എന്നിവ 2 പ്രധാന സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. 1, ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തും. 2, മനുഷ്യർ ദൈവത്തെ സമീപിക്കുന്നു. അഹരോന്യ പൗരോഹിത്യം മോശയുടെ കാലത്താണ് നടപ്പിലായത്. മഹാപുരോഹിതന്റെ പുത്രന്മാരായി ജനിച്ചവർക്ക് മാത്രമുള്ളതാണ് പൗരോഹിത്യം. അജ്ഞതയാലും അബദ്ധവശാലും ചെയ്യുന്ന പാപങ്ങൾക്കാണ് പരിഹാരമായി യാഗങ്ങൾ നിശ്ചയിച്ചിരുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിന് യാഗങ്ങൾ മൂലം പരിഹാരമില്ലായിരുന്നു. ഒരുവൻ ഒരു യഹൂദ മഹാപുരോഹിതൻ ആകണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. 1, മഹാപുരോഹിതൻ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അതായത് അവൻ തന്നെ ഒരു മനുഷ്യനായിരിക്കണം. 2, മഹാപുരോഹിതനെ ദൈവമാണ് നിയമിക്കുന്നത്. മഹാപുരോഹിതന്റെ ചുമതല പാപങ്ങൾക്കായി ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിക്കുക എന്നതായിരുന്നു. ഈ വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ പാപപരിഹാര യാഗമാണ് മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പുരോഹിതൻ മനുഷ്യരെ ദൈവം മുൻപാകെ പ്രതിനിധീകരിക്കുന്നു. അവൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവം മുൻപാകെ കടന്നു ചെല്ലുന്നത് കൊണ്ട് അവൻ ദൈവത്തിന് സ്വീകാര്യനായ വ്യക്തിയായിരിക്കണം. ഇവിടെ നാം പൗരോഹിത്യ ശുശ്രൂഷയെ സംബന്ധിച്ച് കാണുമ്പോൾ ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്നും ഇസ്രായേലിന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗവും വഴിപാടും കഴിക്കുവാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനത്രേ പുരോഹിതൻ. അവൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായിരിക്കണം എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പുരോഹിതൻ ഒന്നാമതായി മനുഷ്യരിൽ നിന്നും എടുക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമതായി മനുഷ്യന്റെ പ്രതിനിധിയായി നിയമിക്കപ്പെട്ടവനായിരിക്കണം. മൂന്നാമതായി മനുഷ്യർക്ക് വേണ്ടി ദൈവമുമ്പാകെ കടന്നു ചെല്ലുന്നവനായിരിക്കണം. ഒരു പ്രവാചകനും പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. പുരോഹിതൻ മനുഷ്യരിൽ നിന്നും ദൈവത്തിലേക്ക് പോകുന്നു. അവൻ ദൈവം മുമ്പാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഒരു പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള ദൂതോടുകൂടി ദൈവത്തിൽ നിന്നും മനുഷ്യരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. പഴയ നിയമ പുരോഹിതൻ ദൈവത്തിന് പറയാനുള്ളത് മനുഷ്യരോട് പറഞ്ഞിരുന്നില്ല. അത് പ്രവാചകന്മാരുടെ ശുശ്രൂഷയായിരുന്നു. എന്നാൽ പുരോഹിത ശുശ്രൂഷ മനുഷ്യരെ ദൈവം മുൻപാകെ പ്രതിനിധീകരിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. അവനാണ് നമ്മെ ദൈവം മുൻപാകെ പ്രതിനിധീകരിക്കുന്നത്. നഷ്ടപ്പെട്ട പാപികൾക്ക് വേണ്ടി ഉള്ളതല്ല പൗരോഹിത്യ ശുശ്രൂഷ, പിന്നെയോ രക്ഷിക്കപ്പെട്ട പാപികൾക്ക് വേണ്ടി ഉള്ളതാണ് ഈ പുരോഹിത ശുശ്രൂഷ. 1 യോഹന്നാൻ ലേഖനം 2:1 ഇപ്രകാരം വായിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. ക്രിസ്തു ദൈവത്തിന് മുമ്പാകെ നമ്മെ പ്രതിനിധീകരിക്കുന്നു. എന്റെ ശത്രുവായ പിശാച് പിതാവിന് മുൻപാകെ എന്നെ കുറിച്ച് അപവാദം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നെ പ്രതിനിധീകരിച്ച് അവിടെയുണ്ട്. അവൻ എന്റെ മഹാപുരോഹിതനാണ്. ഇവിടെ ഭൂമിയിൽ ഒരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടാത്തത് അതുകൊണ്ടാണ്. ദൈവം മുൻപാകെ ആരെങ്കിലും എന്നെ പ്രതിനിധീകരിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്താൽ സ്വീകാര്യമുള്ളവനായിരിക്കണം എന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരിക്കണം. അവൻ അധികാരമുള്ള വ്യക്തിയാണോ? അവൻ തന്റെ നിയമത്തിന്റെ പരീക്ഷ പാസ്സായിട്ടുണ്ടോ? അവൻ എന്നെ കുറിച്ച് വ്യക്തിപരമായി അറിയാമോ? എന്റെ വിഷയങ്ങൾ ഏറ്റെടുത്ത് വാദിച്ച് എന്നെ
വിജയത്തിലേക്ക് നയിക്കുവാൻ അവന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉത്തമ ബോധ്യം വേണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പ്രതിനിധിയായി, നമ്മുടെ മധ്യസ്ഥനായി, നമ്മുടെ കാര്യസ്ഥനായി, നമ്മുടെ മഹാപുരോഹിതനായി ഇന്ന് താൻ തന്റെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ മറ്റാർക്കും നമ്മളെ സ്വർഗത്തിൽ പ്രതിനിധീകരിക്കുവാൻ കഴിയുകയില്ല. നമ്മെ പ്രതിനിധീകരിക്കുവാൻ പിതാവിന്റെ സന്നിധിയിൽ ഒരാൾ ആവശ്യമായി ഉണ്ട്. അത് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു മാത്രമാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. വഴിപാടും യാഗവും അർപ്പിച്ചവൻ എന്ന് നാം ഇവിടെ കണ്ടു. ഒരു പുരോഹിതൻ വഴിപാടും യാഗവും അർപ്പിക്കും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇവിടെ ക്രിസ്തുവിന് അർപ്പിപ്പാനായിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുത്തുകാരൻ ഊന്നി പറയുന്നു. നിശ്ചയമായും അവന് അർപ്പിക്കുവാനുണ്ടായിരുന്നു. അവൻ തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ രക്തത്തോട് തുലനം ചെയ്യുമ്പോൾ സ്വർണവും വെള്ളിയും വില കുറഞ്ഞ വസ്തുക്കളായി മാറുന്നു. പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ എന്ന് കാണുന്നു. പാപത്തിനു വേണ്ടി എന്നല്ല, പാപങ്ങൾക്കായി എന്ന ബഹുവചനമാണ് ഇവിടെ കാണുന്നത്. പാപങ്ങൾക്കായി എന്ന ഈ ബഹുവചനം ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതൊരു വിശ്വാസിയുടെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചിന്ത ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. മഹാപുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. പുരോഹിതൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ്, പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അപ്പോൾ തന്നെ ഒരു ശുദ്ധീകരണത്തോടെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മഹാപുരോഹിതൻ, അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളും യോഗ്യതകളും വളരെ വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. ഇത് ദൈവത്താലുള്ള നിയമനമാണ്. ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു. തന്റെ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഴിപാടും യാഗവും അർപ്പിക്കുക എന്നുള്ളതാണ്. അന്ന് നാം കണ്ടു കഴിഞ്ഞു. മറ്റൊരു വിഷയം, ഒരു മഹാപുരോഹിതന്റെ യോഗ്യത എന്ന് പറയുമ്പോൾ പുരോഹിതൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരുന്നതിനാൽ ദൈവികത മാത്രം നിറവേറ്റുന്നവനും അതിൽ ജാഗ്രത പുലർത്തുന്നവനുമായിരിക്കണം. ഈ ശുശ്രൂഷ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതിൽ ദൈവത്തിന് ഒരിക്കലും പ്രസാദം തോന്നിയിട്ടില്ല. ഈ പദവി അഹരോന് ശേഷം അവന് ജനിച്ച പുത്രന്മാർക്ക് മാത്രമായിരുന്നു. അപ്രകാരം ഒരു പൈതൃകമാണ് ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈമാറ്റാവകാശമായി കൽപ്പിച്ചിരുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ പഠിക്കാൻ കഴിയുന്നത് അഹരോൻ സാക്ഷാൽ ദൈവനിയോഗിതൻ ആയിരുന്നു. ഇതൊരു ഭാഗ്യ പദവി കൂടിയാണ്. അതുകൊണ്ടാണ് ദൈവനിയോഗം പൂർണ്ണമായി നിറവേറ്റുന്നതിൽ ഒരു സൂക്ഷ്മദൃഷ്ടിയുള്ളവനായിരിക്കണം മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. ഏതൊരു പുരോഹിതനിലും മനുഷ്യത്വം, സഹതാപം, അധികാരം എന്നിവ അടങ്ങിയിരിക്കുന്നു. അവൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടു. യാഗവും വഴിപാടും അർപ്പിക്കുന്നതിലൂടെ തന്റെ ശുശ്രൂഷ എന്തെന്ന് തെളിയിക്കപ്പെട്ടു. അവൻ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തി. ഇതിന്റെ പിന്നിലുള്ള അധികാരത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ നിയമനം ദൈവത്താൽ മാത്രം ആയിരുന്നു.